നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണതയാണ് എന്തെങ്കിലും അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനം സൈഡ് കൊടുക്കാണ്ട് വരികയാണെങ്കിൽ കാറ് വളച്ചെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ മുമ്പിലിട്ട് അയാളെ ഡ്രൈവറെ വിളിച്ചു വരുത്തി ചീത്ത വിളിക്കുന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് കാണുന്നത്. ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഡ്രൈവറെ വിളിച്ച് ഇല്ലാത്ത ചീത്തകൾ മുഴുവൻ വിളിച്ച് പറയും. ഇങ്ങനെയുള്ളൊരു സംസ്കാരം നമ്മൾ വളർത്തുന്നത് നല്ലതാണോ എന്ന് ചിന്തിക്കേണ്ടത് എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുപോലെ ഒരാളിനെ നമ്മൾക്ക് ചീത്ത വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുക. എല്ലാ വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഉണ്ട്. ചെറിയ ചെറിയ മോട്ടലുകളോ മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും വഴക്കും ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ പൈസ കിട്ടും. അയാളുടെ കൊങ്ങയ്ക്ക് പിടിക്കാനും അതുപോലെ വഴക്കുണ്ടാക്കാനും പോകുന്നത് എന്തിനാണെന്ന് ആദ്യം ചിന്തിക്കുക. അതുപോലെ മറ്റുള്ള ആളുകളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ മുട്ടുകളിന് അതുപോലെ ഇതിനൊന്നും ഒരാളും നിങ്ങളെ തടഞ്ഞു നിർത്തി ഇതുപോലെ വഴക്കുകളോ ഒന്നും പറയില്ല. ഇത് നമ്മൾ നാട്ടിൽ കാണുന്ന ഒരു അസുഖം മാത്രമാണ്. അതായത് മറ്റുള്ളവരെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു മര്യാദ നമ്മളെ ആൾക്കാർ കാണിക്കില്ല. ഏത് റോഡിലായാലും കേരളത്തിൻ്റെ ഏത് വശത്ത് പോയാലും ഇതുപോലെ ചെറിയൊരു അപകടം അല്ലെങ്കിൽ വല്ല കയ്യബദ്ധം പറ്റി കഴിഞ്ഞാൽ വിളിക്കാത്ത ചീത്തകളുണ്ടാവില്ല. അങ്ങനെയായിരിക്കും അവർ പെരുമാറുന്നത്, പല ആളുകളും പെരുമാറുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് വിളിക്കാനുള്ള റൈറ്റ് ഉണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇതുപോലെ വിളിക്കേണ്ട കാര്യം? ആൾക്കാർക്ക് അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സൈഡ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഷോ കാണിക്കുന്നതും തെറ്റാണ്. ചിലപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണിക്കുമ്പോൾ മറ്റാൾ കയ്യിലിരിക്കേണ്ട അവസ്ഥ വരും. അപ്പം നിങ്ങൾ തന്നെ ഉത്തരവാദിത്തം പറയേണ്ടി വരും. അതാണ് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മറ്റേ നാടോ ഡ്രൈവ് മേടിച്ചേ ഫോൺ അടിച്ച സൈഡ് വരാൻ എന്തായാലും മടി. നീ ഏത് കോത്തായിരുന്നാടോ ഈ ചെറിയ റോഡിൽ എങ്ങനെ സൈഡ് വരാനാ? എടാ ഈ വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്തിടാൻ പറ്റുമെങ്കിലേ എനിക്ക് സൈഡ് വരാനുള്ള സ്ഥലമുണ്ട്. നീ വലിയ ഡയലോഗ് അടിക്കണം, തോന്നിയാസം കാണിക്കാതെ വണ്ടി എടുത്ത് മാറണം. മനുഷ്യനെ പോയിട്ട് വേറെ ജോലിയുള്ളതാ. അങ്ങനെ ഇപ്പൊ ഇനി വായുകൾ വാങ്ങാൻ പോകണ്ട. സമയം എല്ലാവർക്കും ഒരുപോലെയാ. ഇനി അവിടെ കിടക്കട്ടെ. അതിന് റോഡ് നിന്നെ തന്തരമാകുന്ന കളിക്കുന്നോ? പടാ എല്ലാം മോനെ കൊണ്ടുവരാനായോ? ഇല്ല, സമയം എടുക്കണ്ടാവും. കേസും കൂട്ടൊക്കെ ഉള്ള ലേച്ചി കുറച്ച് നേരം മുഖത്തെ. ഞാൻ എന്നാലും ഓളെ ഒന്ന് കാണട്ടെ. എങ്ങനെ എന്റെ മുഖത്ത് നോക്കും മോനെ? എനിക്കാവൂല. വീട്ടിൽ വരെ എന്തോ സൈഡ് കൊടുത്തിട്ടാന്നുള്ള കച്ചറ കേട്ടത്. മർമ്മത്തെങ്ങാനും തല്ലുകൊണ്ടുണ്ടാവും. അതാവാനാ സാധ്യത. മറ്റോനെ പോലീസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓനെ എനിക്കറിയാം. അങ്ങനെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊന്നുമല്ല. എന്തോ ഒരു എടുത്തുചാട്ടത്തിൽ സംഭവിച്ചതാ.